എവിടെയായിരുന്നു ഇത്രയും നേരം? രാവിലെ ഇറങ്ങിപ്പോയതല്ലേ? അല്ല, നീ ഡോർ എങ്ങനെ തുറന്നു? ഞാൻ ലോക്ക് ചെയ്തിട്ടാണല്ലോ പോയത്. ഡോക്ടർ കോശി ഏത് മണിച്ചിത്ര താഴിട്ട് പൂട്ടിയാലും ബെല്ലാതെ തുറക്കുമെന്നറിയില്ലേ? തുറക്കേണ്ടതൊക്കെ തുറന്നു, കാണേണ്ടതൊക്കെ കാണുകയും ചെയ്തു. എല്ലാം മനസ്സിലാക്കിയ സ്ഥിതിക്ക് രണ്ടിലൊന്ന് അറിയാൻ തന്നെയാ വന്നിരിക്കുന്നത്. മനസ്സിലായില്ല. കൈലാസ് നാഥ് സേഠിന്റെ 15 കോടി രൂപ ഡോക്ടർ ഹരിപ്രസാദിനെ കബളിപ്പിച്ച് തട്ടിയെടുത്ത 20 കോടി രൂപ, അതൊക്കെ കള്ളങ്ങളാണ് അല്ലേ? എന്താ സംശയം? ഇങ്ങനൊരു സമ്പാദ്യം ഉണ്ടെങ്കിൽ ഞാൻ മോളോട് പറയില്ലേ? പറഞ്ഞത് സത്യമാണെങ്കിൽ ഹോളി ക്രോസ് റോഡിലെ നമ്മുടെ പഴയ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന പണം ആരുടേതാ? ഈ പണം നിങ്ങളുടെ അല്ലെന്ന് പറയൂ. പറ, ഈ പണത്തെ കുറിച്ചൊന്നും അറിയില്ലെന്ന് പറയൂ. പറയാൻ പറയാൻ പറയൂ. ഇത് എന്റെ പണം തന്നെയാണ്. അത് നിനക്ക് തരാൻ പറ്റില്ല. പറ്റില്ലെന്ന് പറഞ്ഞ പറ്റില്ല. ഈ പണം കൊണ്ട് രക്ഷപ്പെടാൻ പോവാ ഞാൻ. ഇത് കണ്ടുപിടിക്കാൻ നീ ശ്രമിച്ചില്ലായിരുന്നെങ്കിൽ നിന്റെ തടിയും കൊണ്ട് രക്ഷപ്പെടാമായിരുന്നു. നീ എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് എല്ലാത്തിനും നീ ഒരു തടസ്സങ്ങൾ കോശിക്ക് ഇഷ്ടലടി. വെട്ടി നിരത്തിയെ മുന്നോട്ട് പോകും. അതടി എന്റെ രീതി. ഇനി നീ ഇവിടുന്ന് പോവില്ല, പുറം ലോകം കാണൂല്ല. അവസാനം നമ്മൾ അവിടെ എത്തി അല്ലേ? കൺഗ്രാറ്റ്സ്, നിന്റെ വിൽ പവർ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ പണം കണ്ടെത്തിയത് മാത്രമല്ല നമ്മുടെ വിജയം, അതിലൂടെ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തിയില്ലേ? മനസ്സിലായില്ല. നമ്മൾ പറഞ്ഞ ആ പണത്തിന്റെ കഥ സത്യമാണെന്ന് അറിഞ്ഞതോടെ ബെല്ലയുടെ മനസ്സിൽ കോശിക്ക് ചെറിയൊരു മങ്ങലേറ്റില്ലേ മാഡം? ചെറുതൊന്നും ആവില്ല. അവളുടെ സ്വഭാവം വെച്ച് നോക്കിയാ ഇപ്പൊ കോശി ബെല്ലയെ പേടിച്ച് ഏതെങ്കിലും മുറിയിലോ പത്തായത്തിലോ കയറി ഒളിച്ചിട്ടുണ്ടാവും. മുന്നിൽ പെട്ട രണ്ടിലൊന്നും അറിയാതെ അവള് വിടില്ല. അയാളെ പുറത്തു ചാടിക്കാൻ ഒരു മരുന്നും കൊടുത്താ വിട്ടത്. എന്താ അത്? അവിടുന്ന് കിട്ടിയ ക്യാഷ്. അത് ബെല്ലയുടെ കയ്യിലിരിക്കുന്നത് കണ്ടാൽ കോശിക്ക് പ്രത്യക്ഷപ്പെടാതെ പറ്റില്ലല്ലോ. മോളെ, അത് അപകടാവോ? ആ ക്യാഷിന് വേണ്ടി അയാൾ അവളെ... ഏയ്, ബെല്ലയ്ക്ക് അയാൾ രക്ഷപ്പെടാൻ പറ്റാത്ത വിധം പൂട്ടണമെങ്കിൽ ആ ക്യാഷ് കയ്യിലുണ്ടായേ പറ്റൂ. അതൊക്കെ ശരിയാ. പക്ഷേ വഴക്കിനൊടുവില് രണ്ടുപേര് ചേർന്നൊരു കോംപ്രമൈസിലെത്തിയ പെറ്റു വളർത്തിയ അമ്മയേക്കാൾ അമ്മയുടെ ജീവിതം തകർത്തു കളഞ്ഞവനെ സ്നേഹിച്ച പെണ്ണാണവള്. ചെയ്യുന്നതും പറയുന്നതും ന്യായമാണെന്നറിഞ്ഞിട്ടും നിന്നെ ആ ജന്മ ശത്രുവായി കാണുന്നവളാ. നിന്റെ കൂടെ കൂടി ആ പണം കണ്ടെടുത്ത് അയാൾക്ക് കാഴ്ചവെച്ച് മിടിക്കാവ ശ്രമിക്കുക അവള്. നമ്മളെ കബളിപ്പിക്കാൻ ഒരുപാട് വേഷപ്പകർച്ചകൾ നടത്തിയവളാ. ഇതും ചിലപ്പോ അത്തരമൊരു ട്രാപ്പ് ആയിരുന്നിരിക്കാം. എന്നാലും ഞാനിതൊരു ഭാഗ്യപരീക്ഷണമായിട്ടേ കണ്ടിട്ടുള്ളൂ. അവൾ നമ്മളെ പറ്റിക്കാൻ വേണ്ടി ആയിരുന്നെങ്കിൽ കയ്യിൽ കിട്ടിയ 35 കോടി രൂപ നഷ്ടപ്പെട്ടു പോവും. അത് റിയൽ ആണെങ്കിൽ മാഡത്തിന് ബെല്ലയെ തിരിച്ചു കിട്ടും. അങ്ങനെ സംഭവിച്ച അതൊരു വലിയ ഭാഗ്യമല്ലേ? ഇത്രയും പണം വെച്ച് ഒരു പരീക്ഷണത്തിന് മുതിരണമായിരുന്നു മോളെ. അതോർത്ത് സങ്കടപ്പെടണ്ട. പണത്തിന് ഞാനും എന്റെ അച്ഛനും അമ്മയും മനുഷ്യരെക്കാൾ വില കൽപ്പിക്കുന്നില്ല എന്നറിയാലോ. മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെ എന്റെ ഈ നിർമ്മല മാഡം ഒന്ന് ചിരിക്കുന്ന കാഴ്ചയിലും വലിയ സന്തോഷം ആ 35 കോടി രൂപ എനിക്ക് തരില്ല. മോളെ,
ധൈര്യമായിട്ടിരിക്കെ. ഇത് ബെല്ലയുടെ ഒരു തിരിച്ചുവരവാ. അവളെ മാഡത്തിന് കിട്ടും. അവര് തമ്മിൽ സംസാരിക്കട്ടെ. ഇന്നത്തോടെ ആ ബന്ധം എന്നേക്കുമായി അവസാനിക്കും. മാഡം ചെന്ന് വിളിച്ചു. അവള് കൂടെ വരും, ഉറപ്പാ. ഈ ദേവികയെ പറയുന്നേ. നാളെ നേരം പുലരുമ്പോ മാഡം അവൾക്ക് ബെഡ് കോഫി കൊടുക്കും.